കഴിഞ്ഞ ഷോർട്സിൽ ഈ ഒരു ടോപ്പ് ഈ ഒരു കട്ട് പീസ് വെച്ച് റീമേക്ക് ചെയ്ത് ഇതുപോലെ ആക്കിയത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിൽ നിന്നും കുറച്ച് വേസ്റ്റ് തുണി കിട്ടിയിട്ടുണ്ട്, അത് വെച്ച് ഞാൻ ഗില്ല പീസിന് തയ്ച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് അത് നോക്കാട്ടോ. ഇത്രയും പീസസ് ആണ് എനിക്ക് ആ റീമേക്ക് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ബ്ലാക്ക് പ്ലെയിൻ എൻ്റെ വേറൊരു പഴയ ടോപ്പാണ്. ഈ ഒരു മെറ്റീരിയലും ബ്ലാക്ക് പ്ലെയിൻ മെറ്റീരിയലും കൂടി ഭയങ്കര കോമ്പിനേഷൻ ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് എനിക്കൊരു ചെറിയ പീസ് പോലും ഇതിൽ നിന്ന് കളയാൻ തോന്നാത്തത്. ഒരാളുടെ ഫ്രണ്ട് യോക്ക് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ സ്ലീവ് സ്ട്രാപ്പ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതല്ലേലും അങ്ങനെയാണല്ലോ ഒപ്പിക്കൽ പരിപാടീസിന് സ്ട്രാപ്പ് ആയിരിക്കുമല്ലോ ഉള്ളത്. യോക്കിന്റെ താഴത്ത് ഫ്രില്ലിടാനും ഏറ്റവും താഴെ ഫ്രില്ലിടാനും ഈ ഒരു ബ്ലാക്ക് പ്ലെയിൻ മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ലെങ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് ദൂരെ പോകാൻ പറയുന്നത്. അങ്ങനെ രണ്ടുപേരുടെയും യോക്ക് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രില്ലിടാം. 3 ലെയറൊക്കെ ആയിട്ട് ഫ്രില്ലിടുമ്പോൾ, അതും 2 പേർക്കൊക്കെ ഫ്രില്ലിടുമ്പോൾ കണക്കിൻ്റെ ഒരു അയ്യോ കളിയായിരുന്നു. എനിക്കാണെങ്കിൽ പണ്ടേ കണക്കൊന്നും ഇഷ്ടമല്ല. പിന്നെ ഇത് നമ്മുടെ ഒരു പാഷൻ ആയതുകൊണ്ട് അവിടെ കണക്ക് കൂട്ടി എടുക്കുന്നു. എല്ലാ പീസ് ഇട്ടിട്ടുള്ള ഫൈനൽ റിസൾട്ട് ഇതാണ്. നമ്മൾ കളയാൻ വെച്ച തുണി കൊണ്ടാണല്ലോ ഇത്രയും നല്ല ഫ്രോക്ക് കിട്ടിയെന്ന് ആലോചിക്കുമ്പോൾ രസമൊക്കെ ഉണ്ടല്ലേ. ഇനി കുറച്ച് മമ്മ ഡോട്ടേഴ്സ് കോംബോ പിക്കായാലോ. ഞങ്ങൾക്ക് 4 പേർക്കും തയ്ക്കുമെങ്കിലും ഞങ്ങൾ ഇതുവരെ 4 പേർക്കും കൂടി ഒരു കോംബോ ഒന്നും തയ്ച്ചിട്ടില്ല. ഇനി ഇതുപോലത്തെ കുട്ടി ഐഡിയാസ് ഒക്കെ ആയിട്ട് വരാം. ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ.